കോയമ്പത്തൂരുകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ബ്രോക്കർ മൂലം അവള് തൃശ്ശൂരിലുണ്ടെന്നറിഞ്ഞ് അവളോട് ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു. അവൾക്ക് ഫോൺ ചെയ്യാം, അവളോട് വന്നേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ കഴുത്ത് ഞാൻ അറുത്തുകളയും. പ്ലീസ് രവി, എന്റെ അനിയത്തെ ഏതും ചെയ്യരുത്. എന്താടി, സ്നേഹിക്കുവാണോ? എനിക്കും എന്റെ ജീവനിൽ പേടിയുണ്ട്. എന്റെ ആളുകൾ എനിക്ക് ഒരു ഒറ്റ ദിവസമാണ് സമയം തന്നിരിക്കുന്നേ. നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ശേഖറിന്റെ കണ്ണിലെങ്ങനെ ഞാൻ പെട്ടാൽ മരണം ഉറപ്പാ. കാശ് എവിടെയാടി? അത് എനിക്കറിയില്ല. മതിയടി നിന്റെ അഭിനയം. നിനക്ക് 1 മിനിറ്റ് സമയം തരാം. സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിന്നെ ഇവിടെ വെച്ച് കൊന്നിട്ട് നിന്റെ അനിയത്തിയെ ബോംബെയിൽ ആന്ധ്രയിൽ കൊണ്ടുപോയി വിൽക്കും. എന്റെ ആളുകൾ അവളെ നോട്ടോട്ട് വെച്ചിരിക്കുക. ചെയ്യട്ടെടി, ഫോൺ ചെയ്യട്ടെ. വേണ ഞാൻ പറയാം. ടോട്ടൽ പണവും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമിലിരിക്ക്. ഡോക്യുമെന്റ് എവിടെയാ? ഞാനെടുത്ത പണവും ഡോക്യുമെന്റ്സും എല്ലാം അങ്കതായി ഇരിക്ക്. കീയും റെസിപ്റ്റും ഒക്കെ എവിടെയാ? എന്റെ ആളുകൾ എന്നോട് തന്നെ കളിക്കാല്ലേ? കണ്ടില്ലേ ശേഖർ ആ ലൈനില്. ഞാൻ ഏത് ഏരിയയിൽ പോയാലും ശേഖരന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് പുറകെ വരും. പ്ലീസ് എങ്കിട്ട് ക്ഷമിക്കണം. എടി, എനിക്ക് വേണ്ടിയത് എന്റെ കാശ. എനിക്ക് അത് കിട്ടിയാ മതി. അതിനു മുമ്പ് ഞാൻ മുതലാളിയുടെ കണ്ണിൽ പെട്ട അയാൾ എന്നെ തീർക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിനുള്ളിൽ കാശും കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം. എന്തെങ്കിലും ഊടായ്പ കാണിച്ചിട്ടുണ്ടല്ലോ. ഏയ് ഓടി കഴുകിട്ട് വാ. നീ എന്നെ മരണം കാണിച്ചവളല്ലേ? മരണം എന്താന്ന് ഞാൻ നിന്നെ കാണിച്ചരാടി. നോക്കണ്ട, കുടിക്കടി. മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ നിന്റെ വീട്ടിൽ വെച്ച് മരിക്കുമെന്ന് വിചാരിച്ചില്ല. നിന്നെ ആരോ ചതിച്ചെന്ന് പറഞ്ഞ് നീ എന്റെ ജീവിതം കൂടെ നശിപ്പിച്ചില്ലടാ. ആരാണ് നിന്റെ മുതലാളി? ഞാൻ ഇതിനാണ് പേടിച്ചോടുന്നേ. എടാ, നിനക്ക് ഓടി വിളിച്ചാ പോരെ? ഞാൻ ആ ശേഖരന്റെ കണ്ണിൽ വിട്ട അയാൾ എന്നെ കൊന്നുകളയടാ. എടാ, ആ കാശെങ്കിലും എനിക്കൊന്ന് താടാ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഒരു മിനിറ്റ്. നിനക്ക് വേണ്ടത് കാശല്ലേ? നിനക്ക് ആവശ്യമുള്ള കാശ് ഞാൻ തരാം. എന്നാ നീ എന്റെ കൂടെ കോയമ്പത്തൂർ വരണം. എന്നിട്ട് അവിടെ വന്ന് എന്റെ വീട്ടിലുള്ള ശവം എടുത്ത് അത് കുഴിച്ചിടുവോ അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കോ, അത് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് കഴിഞ്ഞ് നീ എന്റെ അടുത്ത് വന്ന് കാശ് മേടിച്ചോ. അല്ല, ക്ലോക്ക് റൂം എവിടെയാണ്? ഇത് കുക്ക് റൂം. ഇങ്ങെല്ലാം வரக்கூடாது. வெளியே போங்க. கிளாக் ரூம் அங்க இருக்கு. வா. എടാ, വിടടാ. എടാ. പോടാ.
കൊല്ലണവനെ. നോക്കുന്നേ ഇത് വെച്ചിട്ടാണ് നീ എന്നെ പേടിപ്പിച്ചേ.